ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. അക്ബർ, അഭിലാഷ്, ഒനീൽ ഇവരാണ് ബിഗ് ബോസ് ഹൗസിലെ പുതിയ ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അഭിലാഷും ഒനീലും ഷാനവാസിനൊപ്പമായിരുന്നു. ഷാനവാസുമായിട്ടായിരുന്നു ഇവർ കമ്പനി. പക്ഷെ നെവിനെതിരെ ആ ഒരു ആരോപണം ഉന്നയിച്ച ആ നിമിഷം മുതൽ ഷാനവാസുമായിട്ട് അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും. അന്നപ്പം മുതൽ അക്ബറാണ് ഇവരുടെ കൺകണ്ട ദൈവം. അക്ബറിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഈ അഭിലാഷ് ഒനീൽ ശരിക്കും മിനിയൻസ് ആണ് കേട്ടോ. മിനിയൻസ് എന്താണെന്ന് അറിയില്ലേ? ഇതൊരു കാർട്ടൂൺ ക്യാരക്ടറാണ്. അതിൻ്റെ അകത്ത് ബനാന കൊടുക്കാന്ന് പറഞ്ഞ ബനാനയുടെ പുറകെ പോകുന്ന അങ്ങനെയുള്ള കുറച്ച് ജീവികളാണ്, അന്യഗ്രഹ ജീവികളാണ്. ബനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താണ് മിനിയൻസിന്. ഒരാളുടെ പിന്നാലെ കൂടിയാൽ അവരുടെ പിന്നാലെ അങ്ങ് നടന്നോളും. അവരെന്ത് പറയുന്നോ അവരുടെ ഐഡിയോളജി പിടിച്ച് ആ രീതിയിൽ നിന്നോളും. അല്ലാതെ സ്വന്തമായിട്ടൊരു സ്റ്റാൻഡോ അഭിപ്രായമോ ഒന്നും ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല. ഒനിയിലൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച മസ്താനി കാരണം ഉണ്ടായ ആ ഒരു ഹൈപ്പിന്റെ പുറത്ത് നിൽക്കുന്നത് മാത്രമാണ്. അല്ലാതെ ഒരു രീതിയിലുള്ള കോണ്ടന്റും കൊടുക്കാതെ ആ ബീൻ ബാഗിൽ ഇരുന്നുറങ്ങുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ ഒനീൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരിപ്പോ ലൈവിലിരുന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവിൻ നല്ല 100% ഫേക്ക് ഗെയിമറാണ്. അക്ബറാണ് പറയുന്നത് കേട്ടോ. നെവിൻ നല്ല 100% ഫേക്ക് ഗെയിമറാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, മാനിപ്പുലേറ്റർ ആണ്. അവൻ ഒരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളില്ല. പക്ഷെ അവന് ഈ രീതിയിലാക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഷാനവാസിന് എതിരായിട്ട് തന്നെ നിൽക്കും എന്നുള്ളൊരു കാര്യമാണ് അക്ബർ. അക്ബർ ഇത് പറയുമ്പോൾ ഇവര് ശരി വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഷാനവാസോട് അടിച്ചു പിരിഞ്ഞിരിക്കുവാന്നല്ലോ. അപ്പോൾ ഈ രീതിയിലൊരു സംഭാഷണം നടക്കുന്നു. ഇതാണ് രാത്രിത്തെ ലൈവ് അപ്ഡേറ്റ്. ഒട്ടുമിക്ക എല്ലാവരും കണ്ടന്റ് ഉണ്ടാക്കി ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുകയൊക്കെയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.